നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. പാലക്കാട് ചിറ്റൂരിൽ നിയന്ത്രണം വിട്ട ലോറി ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞുകയറി ഒരാൾ മരിച്ചു. മരിച്ചത് മൈസൂർ സ്വദേശിനി പാർവതി. ഒപ്പമുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകടം വെള്ളിയാഴ്ച പുലർച്ചെ 3 മണിയോടെ. ലോറി ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. RMS സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് മനുഷ്യച്ചങ്ങലയും പ്രതിരോധ സംഗമവും. മനുഷ്യച്ചങ്ങലയിൽ കണ്ണിച്ചേർന്നത് 100ഓളം പ്രവർത്തകർ. സമരം RMS ഓഫീസ് അടച്ചുപൂട്ടാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടു. CPM തൃത്താല ഏരിയ സമ്മേളനത്തിന് തുടക്കമായി. സമ്മേളനം നടക്കുന്നത് ഇരുമ്പകശ്ശേരി അമാന കൺവെൻഷൻ സെന്ററിൽ സജ്ജീകരിച്ച VM ബാലൻ മാസ്റ്റർ നഗറിൽ. സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഏരിയ കമ്മിറ്റി അംഗങ്ങളടക്കം 150ഓളം പ്രതിനിധികൾ. ഏരിയ സമ്മേളനം ശനിയാഴ്ച സമാപിക്കും. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് അംഗത്തെ അയോഗ്യനാക്കിക്കൊണ്ടുള്ള ഉത്തരവിറക്കി പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി. അയോഗ്യനാക്കിയത് 6ാം വാർഡ് അംഗം PI ഷാനവാസിനെ. നടപടി പഞ്ചായത്ത് കമ്മിറ്റി യോഗങ്ങളിൽ തുടർച്ചയായി പങ്കെടുത്തില്ലെന്ന് ചൂണ്ടിക്കാട്ടി. അയോഗ്യനാക്കിയ നടപടി CPMന്റെ രാഷ്ട്രീയ പകപോക്കലെന്ന് PI ഷാനവാസ്. വാർത്തകൾ വിശദമായി. പാലക്കാട് ചിറ്റൂരിൽ നിയന്ത്രണം വിട്ട ലോറി ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറി ഒരാൾ മരിച്ചു. മൈസൂർ സ്വദേശിനി പാർവതിയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വെള്ളിയാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം. ലോറി ഡ്രൈവറെ ചിറ്റൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചിറ്റൂർ ആലാംകടവിൽ വെള്ളിയാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് അപകടം നടന്നത്. പഴനിയിൽ നിന്നും എടപ്പാളിലേക്ക് കോഴിയുമായി പോവുകയായിരുന്ന ലോറി നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച് സമീപത്തെ ബസ് സ്റ്റോപ്പിലേക്ക് മറിയുകയായിരുന്നു. ബസ് സ്റ്റോപ്പിൽ കിടന്നുറങ്ങിയിരുന്ന മൈസൂർ സ്വദേശി പാർവതിയുടെ ശരീരത്തിലേക്കാണ് ലോറി മറിഞ്ഞു വീണത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പാർവതി മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന 3 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഡ്രൈവർ ഉറങ്ങിയതാകാം അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 5 ദിവസം മുൻപാണ് പാർവതി അടക്കമുള്ള 4-അംഗ സംഘം മൈസൂരിൽ നിന്നും ആലംകടവിൽ മീൻ പിടിക്കുന്നതിനായി എത്തുന്നത്. ലോറി ഡ്രൈവറെ ചിറ്റൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ RMS ഓഫീസ് അടച്ചുപൂട്ടാനുള്ള നീക്കത്തിനെതിരെ RMS സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങലയും പ്രതിരോധ സംഗമവും സംഘടിപ്പിച്ചു. പ്രതിരോധ സംഗമം P. മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തോട് പ്രത്യേകിച്ചും കേരളം എന്ന് കേട്ട അപസ്മാരപരമായ നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. കേന്ദ്ര കേട്ടാൽ തന്നെ മതിയെന്ന്. അപ്പോൾ കേരളത്തോട് അപസ്മാരകരമായ നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്ര ഭരണാധികാരികൾ, ഗവൺമെന്റ്, റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് ആയാലും വേണ്ട, പോസ്റ്റൽ സർവീസ് ആയാലും വേണ്ടില്ല, നാഷണൽ ഹൈവേ ആയാലും വേണ്ടില്ല, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതെല്ലാം അധികാര കേന്ദ്രങ്ങളുണ്ടോ അതിലെല്ലാം തന്നെ കൈവച്ച് അതിനെ ദുർബലപ്പെടുത്തി, അതിനെ നഷ്ടപ്പെടുത്തി, അതിനെ ദുർബലമാക്കാനും ഇല്ലാതാക്കാനും ആണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. RMS ഓഫീസ് അടച്ചുപൂട്ടാനുള്ള നീക്കം ഉപേക്ഷിക്കുക, തപാൽ സ്വകാര്യവൽക്കരണം ഉപേക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പ്രതിരോധ സംഗമം സംഘടിപ്പിച്ചത്. പരിപാടിയിൽ ഷൊർണൂർ NFPE പ്രസിഡന്റ് TR സന്തോഷ് കുമാർ സ്വാഗതം പറഞ്ഞു. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷനായി. CITU പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് RG പിള്ള, പോസ്റ്റൽ യൂണിയൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് P. ശിവദാസ്, CITU ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റി അംഗം ND ദിൻഷ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. CPIM തൃത്താല ഏരിയ സമ്മേളനത്തിന് VM ബാലൻ മാസ്റ്റർ നഗറിൽ തുടക്കമായി. പ്രതിനിധി സമ്മേളനം CPM സംസ്ഥാന കമ്മിറ്റി അംഗം MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. CPIM കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രം സ്വന്തമായിട്ടുള്ള അവകാശപ്പെടാൻ കഴിയുന്ന ഒരു രീതിയാണ്. അങ്ങേയറ്റം ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിലാണ് കൃത്യമായി എല്ലാ 3 വർഷം കൂടുമ്പോൾ സമ്മേളനങ്ങൾ ചേരുന്നത്. ആ സമ്മേളനങ്ങളിൽ പാർട്ടിയുടെ രാഷ്ട്രീയ നയവും ആ നയത്തിൻ്റെ നടപ്പിലാക്കലും അതിൻ്റെ ഫലമായിട്ടുണ്ടായ പാർട്ടിയുടെ വളർച്ചയും പ്രവർത്തനങ്ങളിലുണ്ടായിട്ടുള്ള കുറവുകളുമെല്ലാം സ്വയം വിമർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുകയും അതിനെല്ലാം ഒടുവിൽ അതാത് തലങ്ങളിൽ പാർട്ടിയെ നയിക്കേണ്ട നേതൃത്വത്തെ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഈ ജനാധിപത്യപരമായ പ്രവർത്തന ശൈലി ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ മാതൃക ഇന്ത്യയിൽ മറ്റൊരു പാർട്ടിക്ക് അവകാശപ്പെടാൻ കഴിയാതെ. മുതിർന്ന അംഗം KP രാമചന്ദ്രൻ പതാക ഉയർത്തി. ഏരിയ കമ്മിറ്റി അംഗം TP കുഞ്ഞുണ്ണി താൽക്കാലിക അധ്യക്ഷനായി. സംഘാടക സമിതി ചെയർമാൻ K. ജനാർദ്ദനൻ സ്വാഗതം പറഞ്ഞു. VK മനോജ് കുമാർ രക്തസാക്ഷി പ്രമേയവും MK പ്രദീപ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. പ്രതിനിധി സമ്മേളന ചടങ്ങിൽ സംസ്ഥാന കമ്മിറ്റി അംഗം KS സലീഗ,
ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി മമ്മിക്കുട്ടി MLA, VK ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഏരിയ സെക്രട്ടറി TP മുഹമ്മദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് പൊതുചർച്ച ആരംഭിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളടക്കം 180ഓളം പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് 4:30-ന് 1000ഓളം റെഡ് വളണ്ടിയർമാരുടെ മാർച്ചും ബഹുജന റാലിയും ആറങ്ങോട്ടുകര സെന്ററിൽ നിന്ന് ആരംഭിക്കും. തുടർന്ന് പൊതുസമ്മേളനം M ചന്ദ്രൻ നഗറിൽ സംസ്ഥാന കമ്മിറ്റി അംഗം MB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വാർഡ് മെമ്പറെ അയോഗ്യനാക്കി ദേശമംഗലം ഗ്രാമപഞ്ചായത്ത്. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡ് അംഗം PI ഷാനവാസിനെയാണ് അയോഗ്യനാക്കിക്കൊണ്ട് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി KA ഷൺമുഖൻ ഉത്തരവിറക്കിയത്. പഞ്ചായത്ത് കമ്മിറ്റി യോഗങ്ങളിൽ തുടർച്ചയായി പങ്കെടുത്തില്ലെന്ന് കാണിച്ചാണ് നടപടി. CPMന്റെ രാഷ്ട്രീയ പകപോക്കലാണെന്ന് ഷാനവാസ് പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിൽ ചേർന്ന 5 കമ്മിറ്റി യോഗങ്ങളിൽ തുടർച്ചയായി പങ്കെടുക്കാത്തതിനെ തുടർന്നാണ് കേരള പഞ്ചായത്ത് രാജ് ആക്ട് 35/1 ഉപവകുപ്പ് പ്രകാരം ഗ്രാമപഞ്ചായത്ത് അംഗത്തിന് അയോഗ്യത കൽപ്പിച്ചത്. നിലവിൽ വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കൂടിയാണ് PI ഷാനവാസ്. എന്നാൽ ഇത് തികച്ചും അടിസ്ഥാനരഹിതവും CPM നടത്തുന്ന രാഷ്ട്രീയ പകപോക്കലുമാണെന്ന് ഷാനവാസ് പ്രതികരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി കത്ത് നിന്ന് വിളിച്ച യോഗങ്ങളിൽ മുഴുവൻ പങ്കെടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ ഈ മാസം 25-ാം തീയതി നടക്കേണ്ട മീറ്റിംഗിനുള്ള നോട്ടീസും ലഭിച്ചിട്ടുണ്ട്. ഒരു ജനപ്രതിനിധിയെ അയോഗ്യനാക്കാനുള്ള അധികാരം പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് ഇല്ലെന്നിരിക്കെ ഇത്തരമൊരു വിധി പുറപ്പെടുവിച്ചതിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് PI ഷാനവാസ് പ്രതികരിച്ചു. അല്ലാതെ ഒരു തരത്തിലും ഒരു സെക്രട്ടറിക്ക് നടപടി എടുക്കാൻ ഈ പഞ്ചായത്ത് ജനപ്രതിനിധി അയോഗ്യനാക്കാനുള്ള അവസാനത്തെ തീരുമാനം എടുക്കേണ്ടത് കോടതികളും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനും ഒക്കെയാണ്. ഇത് അത്തരത്തിലുള്ള യാതൊരു നടപടിക്രമങ്ങളൊന്നും ഇല്ലാതെ നാളത്തേക്ക് വരുന്ന പഞ്ചായത്തിന്റെ നോട്ടീസ് കൈപ്പറ്റിയ ആളാണ് 25-ാം തീയതി പങ്കെടുക്കാനുള്ള നോട്ടീസ് കൈപ്പറ്റിയ ആളാണ് മുനിസിപ്പൽ നോട്ടീസ്. അത് പങ്കെടുക്കാതിരിക്കുന്ന സമയത്താണ് തലേ ദിവസത്തിൽ വാർത്ത പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ രാഷ്ട്രീയ ലക്ഷ്യമൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഞങ്ങൾക്കുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ 14ാം വാർഡിൽ ചേർന്ന ഗ്രാമസഭാ യോഗം ബഹിഷ്കരിച്ച് കോൺഗ്രസ് നേതാക്കൾ. നടപടി വാർഡിലെ എല്ലാ വോട്ടർമാരെയും അറിയിക്കാതെയാണ് ഗ്രാമസഭ സംഘടിപ്പിച്ചതെന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ബഹിഷ്കരിച്ചതിനെ തുടർന്ന് ഗ്രാമസഭ നിർത്തിവച്ചു. ഗ്രാമസഭ നടത്തിപ്പിൽ തുടരുന്നത് കെടുകാര്യസ്ഥതയാണെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KK സാജൻ STVയോട് പറഞ്ഞു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 14 കസ്തൂർബയിലെ ഇന്നത്തെ ഗ്രാമസഭ നിശ്ചിത അംഗങ്ങളില്ലാതെ നടത്താൻ അവർ തയ്യാറെടുക്കുകയായിരുന്നു. കോൺഗ്രസിന്റെ നേതാക്കളായ ഞങ്ങൾ കുറച്ചുപേർ അവിടെ ചെന്ന് കോറം തികയാതെ ഈ ഗ്രാമസഭ തുടരാൻ പറ്റില്ല എന്നും മുഴുവൻ വോട്ടർമാരെയും നോട്ടീസ് അടിച്ച് വീട്ടിൽ ചെന്ന് കണ്ട് വിളിച്ച് ഗ്രാമസഭ കൂടണമെന്നും ഈ ഗ്രാമത്തിലെ ഈ വാർഡിലെ ഒരു വോട്ടർമാരെയും ഇവർ ഓരോ വിവരങ്ങളും മറച്ചു വെച്ചുകൊണ്ട് ഇവർ ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെന്നും ഏകപക്ഷീയമായി ഇവർ ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെന്നും അത്തരം കാര്യങ്ങൾ ഇനി തുടരാൻ അനുവദിക്കുകയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗ്രാമസഭ നിർത്തിവെപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിപ്പോകും. പട്ടാമ്പി നഗരസഭയിലെ കേരളോത്സവം 2024 നഗരസഭയിലെ വിവിധ ക്ലബ്ബുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്ലബ്ബ് മീറ്റ് സംഘടിപ്പിച്ചു. നഗരസഭാ ഹാളിൽ നടന്ന യോഗം നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. മീറ്റിംഗിൽ വെച്ച് കലാകായിക മത്സരങ്ങളിൽ ഉന്നത വിജയം നേടുന്നവർക്കുള്ള ട്രോഫി പ്രസന്റേഷൻ പരിപാടിയും നടന്നു. നഗരസഭാ വൈസ് ചെയർമാൻ TP ഷാജി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ P വിജയകുമാർ, KT റുക്കിയ, കൗൺസിലർമാരായ KT ഹമീദ്, CA സാജിദ്, M ശ്രീനിവാസൻ, C സംഗീത, PK മഹേഷ്, CA റാഫി, P മുനീറ, K പ്രമീള, വിവിധ ക്ലബ്ബുകളുടെ ഭാരവാഹികളും കേരളോത്സവം കോർഡിനേറ്റർമാർ, നഗരസഭാ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച കുണ്ടലശ്ശേരി രക്കഞ്ചിറ റോഡ് നാടിന് സമർപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ ഉദ്ഘാടനം ചെയ്തു. അതായത് ജലജീവ മിഷന്റെ പൈപ്പ് കീറിയതുകൊണ്ട് അവിടെ ഡബിൾ പണി എടുക്കേണ്ട വന്നുകൊണ്ടാണ് നമുക്ക് ഒരു 12 മീറ്റർ കുറച്ച് വന്നത്. ഇവിടെ ഭാഗം കംപ്ലീറ്റ് ആക്കി തീർന്നതന്നെ നമുക്ക് ഇനി ഇത്രത്തോളം ആയില്ല, വലിയ പ്രശ്നങ്ങളില്ലാണ്ട് കുറച്ചുകൂടെ ഇവിടെ എത്തി. ഇനി ബാക്കി ഘട്ടങ്ങളായിട്ട് നമുക്ക് ചെയ്തു തീർക്കണം. കാരണം 6, 13 3-ാം വള്ളി ഇനി ഒട്ടനവധി സ്ഥലങ്ങളിൽ നമുക്ക് ചെയ്യാനുണ്ട്. ഘട്ടമായി ചെയ്തു വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ സാധാരണക്കാരായ പഞ്ചായത്ത് സാധാരണക്കാർ ജനങ്ങൾ നമ്മളെല്ലാവരും കേരളശ്ശേരിയെ കുറിച്ച് നിങ്ങൾക്കറിയാം. പഞ്ചായത്ത് തനത് വരുമാനം കുറിച്ച് ഏറ്റവും ചെറിയ പഞ്ചായത്താണ് പാലക്കാട് ജില്ലയിൽ തന്നെയാണ്. ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ചാണ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്.
ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് അംഗം KR ഷാജിദ അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗങ്ങളായ M രമ, OK രാമചന്ദ്രൻ, P രാജേഷ് കുമാർ, UK ഹരിദാസ് എന്നിവർ സംസാരിച്ചു. റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായതോടെ മേഖലയിലെ 25ഓളം കുടുംബങ്ങളുടെ യാത്രാ ദുരിതത്തിനാണ് പരിഹാരമായത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മങ്കര വെള്ളറോഡ് കുനിയമ്പാടം ഭജനാനന്ദ ആശ്രമത്തിലെ മഠാധിപതി ഭജനാനന്ദ സ്വാമികൾ സമാധിയായി. വാർദ്ധക്യ സഹജമായ രോഗത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിയോടെയായിരുന്നു അന്ത്യം. പത്തനാപുരം താലൂക്കിൽ തലവൂർ കൂട്ടൂർ വീട്ടിൽ ഭാർഗവിയമ്മയുടെയും കൊട്ടാരക്കര സദാനന്ദപുരത്തിനടുത്ത് 200 ഭൂവുടമയായ ശങ്കരപിള്ളയുടെയും ഇളയ മകനായാണ് ജനനം. തുടർന്ന് വെട്ടിക്കവല ഹൈസ്കൂളിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം സദാനന്ദ ആശ്രമത്തിൽ 14 മാസവും ഭാരതീപുരം ആശ്രമത്തിൽ 8 വർഷവും സേവന പ്രവർത്തനങ്ങളിൽ മുഴുകി. 1969 ഏപ്രിലിൽ സ്വാമിജി ഋഷികേശ് ആശ്രമത്തിൽ ചേർന്നു. അന്നത്തെ പ്രസിഡന്റ് മഹാരാജ് ചിദാനന്ദ സരസ്വതിയിൽ നിന്ന് സന്യാസം സ്വീകരിച്ചു. 1998 പാലക്കാട് ജില്ലയിലെ മങ്കര വെള്ളറോഡ് കുനിയമ്പാടത്ത് ഭജനാനന്ദ ആശ്രമം സ്ഥാപിച്ചത്. ആശ്രമത്തിൽ തന്നെ സമാധി മണ്ഡപവും ഒരുക്കിയിരുന്നു. വ്യാഴാഴ്ച രാത്രി നടന്ന സമാധി ചടങ്ങുകൾക്ക് ഒറ്റപ്പാലം ശ്രീരാമകൃഷ്ണ ആശ്രമത്തിലെ ധർമ്മസ്വരൂപാനന്ദ സ്വാമി, ശിവനന്ദാശ്രമത്തിലെ സ്വരൂപാനന്ദ സരസ്വതി, സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി, വസന്താനന്ദ സരസ്വതി, ദേവാനന്ദപുരി, കിഷോർ ശാന്തി, വിശ്വനാഥൻ മാങ്കുർശി, PT കൃഷ്ണനുണ്ണി എന്നിവർ നേതൃത്വം നൽകി. സ്വാമിജിയുടെ പൂർവ്വകാലം കൊട്ടാരക്കര സദാനന്ദ ആശ്രമവുമായി ബന്ധപ്പെട്ട് ബാല്യത്തിൽ കുറേയധികം ആധ്യാത്മികമായ പ്രവർത്തനങ്ങൾ നടത്തി. അതിനുശേഷം ഋഷികേശിൽ പോയി പൂജ്യ ശിവാനന്ദ സരസ്വതി സ്വാമികളുടെ നേരിട്ടുള്ള ശിഷ്യനായ ചിദാനന്ദ സരസ്വതി സ്വാമികളുടെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട്, സന്യാസ ദീക്ഷ സ്വീകരിച്ചുകൊണ്ട് വളരെ കാലം ഋഷികേശിലും അതുപോലെ തന്നെ ഉത്തരേന്ത്യയിലെ പല സാധനാ സ്ഥലികളിൽ തപസ്സും സ്വാധ്യായവും ഒക്കെ ആയി ജീവിതം മുന്നോട്ട് നയിച്ച് അതിനുശേഷം തിരിച്ച് കേരളത്തിൽ വന്ന് കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ പുതുശ്ശേരിയിൽ കൃഷ്ണാശ്രമം എന്നുള്ളൊരു ആശ്രമം സ്ഥാപിച്ചുകൊണ്ട് അവിടെ കുറച്ചു കാലം ആധ്യാത്മിക പ്രവർത്തനങ്ങൾ നടത്തിയതിനു ശേഷം 1996 ഇവിടെ മങ്കരക്കടുത്തുള്ള ഈ കുനിയമ്പാടം എന്ന സ്ഥലത്ത് വരികയും ഇവിടെ ശിവാനന്ദാശ്രമം സ്ഥാപിച്ചുകൊണ്ട് ഇവിടെ സ്വാമിജിയുടെ തപോനിഷ്ഠയും സാധ്യവുമായിട്ട് ഇവിടെ തന്നെ കഴിയുകയും ഇവിടെയുള്ള സജ്ജനങ്ങൾക്ക് ചില ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നൽകിക്കൊണ്ട് ഈ നാട്ടിലുള്ള ജനങ്ങൾക്കൊരു ഗുരുവായി കണ്ടുകൊണ്ടൊരു കാരണവരും ഗുരുവും ഒക്കെ ആയി കണ്ടുകൊണ്ട് ഇവിടെ ജീവിക്കുകയായിരുന്നു. നിരവധി ആളുകൾ അന്ത്യോപചാരം അർപ്പിക്കാനായെത്തി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ പാലിയേറ്റീവ് വളണ്ടിയേഴ്സിനായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്ത് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. എന്തായിരിക്കാം കുറച്ചുകൂടി കാരണം നമ്മളൊക്കെ ബിസിയാണ്, എല്ലാവർക്കും തിരക്കാണ്. പക്ഷേ വൃദ്ധസദനങ്ങളിൽ ആക്കുന്നതിന് പകരം നമ്മുടെ വീടുകളിൽ ഒരേപോലെയാണ് തോന്നുന്നത്. നമ്മുടെ കുട്ടികളായിട്ടാണ് തോന്നുന്നത്. എല്ലാവരും ആ ഒരു കാഴ്ചപ്പാടിലാവുമ്പോൾ നമ്മളെല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറാനുള്ള ഒരവസ്ഥ നമുക്കുണ്ടാവും. നമ്മളുടെ ആ ചുറ്റുവട്ടവും പ്രദേശവും ഇല്ലേ, ആ പ്രദേശത്ത് പോകാൻ പറഞ്ഞാൽ ഏതൊരു അച്ഛനമ്മയ്ക്കും ഇഷ്ടാവില്ല. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ നമ്മൾ പാലിയേറ്റീവ് നഴ്സ് പങ്കജം സ്വാഗതം ആശംസിച്ച പരിപാടിയിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MM ബിന്ദു അധ്യക്ഷയായി. മെഡിക്കൽ ഓഫീസർ M അനുപമ പാലിയേറ്റീവ് പ്രവർത്തന സന്ദേശം പങ്കുവച്ചു. ബ്ലോക്ക് മെമ്പർ K രാധാകൃഷ്ണൻ, ജോസഫ് ബിനു തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ സുധി പരിപാടിക്ക് നന്ദി അറിയിച്ചു. തുടർന്ന് വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി ക്ലാസുകൾ നടന്നു. അത് ഉപയോഗിച്ച് ചെയ്യാം. അപ്പൊ പേഷ്യന്റ് ഏൽപ്പിക്കട്ടെ, അവർ കോൺഷ്യസ് ആയിരുന്നു. മാനസികമായ പ്രശ്നങ്ങളുണ്ടാവാം, വേദന അനുഭവിക്കുന്ന രോഗികളായിട്ടുള്ള ആളുകളുണ്ടാവാം. ഇവരുടെ ഇത്യാദി കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി ഒരു പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് കഴിയുമെന്നാണ്. കടമ്പൂർ സ്കൂളിലെ NSS വിഭാഗത്തിലെ 50ഓളം വിദ്യാർത്ഥികൾ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. 18ാമത് പ്രഭാതം ഭരത് ബാലൻ കെ നായർ സ്മാരക നാടകോത്സവത്തിൽ 6ാം ദിനത്തിൽ പ്രേക്ഷകർക്ക് മുന്നിൽ ശുദ്ധഹാസ്യത്തിന്റെ അരങ്ങുണർത്തി കൊല്ലം ആവിഷ്കാരയുടെ സൈക്കിൾ. പ്രദീപ് കുമാർ കാവുന്തർ രചന നിർവഹിച്ചിരിക്കുന്ന നാടകം രാജീവൻ മമ്പളിയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. നാടകോത്സവത്തിൽ ഇന്ന് വൈകിട്ട് 7 മണിക്ക് തിരുവനന്തപുരം ശ്രീനന്ദനയുടെ യാനം അരങ്ങിലെത്തും. 18ാമത് പ്രഭാതം ഭരത് ബാലൻ കെ നായർ സ്മാരക നാടകോത്സവത്തിന്റെ 6ാം ദിനത്തിൽ
അരങ്ങിൽ ശുദ്ധഹാസ്യം നിറച്ച് കൊല്ലം ആവിഷ്കാരയുടെ സൈക്കിൾ. മദ്യത്തിന്റെ ഉപയോഗം മൂലമുണ്ടാകുന്ന പ്രതിസന്ധികൾ ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലാണ് സൈക്കിൾ എന്ന നാടകത്തിലൂടെ അവതരിപ്പിക്കുന്നത്. നമുക്ക് ചുറ്റുമുള്ള നമ്മൾ കണ്ടുശീലിച്ച മനുഷ്യരുടെ കഥ നർമ്മത്തിന്റെ അകമ്പടിയോടെ അരങ്ങിലെത്തിയപ്പോൾ പ്രേക്ഷകർക്കത് നവീനമായ അനുഭവമായി മാറി. ഇതിലെ കഥാപാത്രങ്ങളോടൊക്കെ പ്രേക്ഷകർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നിടത്താണ് സൈക്കിൾ ആഖ്യാനം കൊണ്ട് വിസ്മയിപ്പിക്കുന്നതും. എന്റെ സൈക്കിളാണ് അത് ചവിട്ടി ഞാൻ ആ കുന്നിന്റെ മുകളിൽ ചെല്ലും. എന്നിട്ട് ആ കുന്നിന്റെ മുകളിൽ നിന്ന് ഞാൻ കൊക്കയിലേക്ക് തലകുത്തി പറയും. നാടകോത്സവത്തിന്റെ 6ാം ദിനത്തിൽ ഒറ്റപ്പാലം സബ് കളക്ടർ മിഥുൻ പ്രേംരാജ്, ഷൊർണൂർ ഡിവൈഎസ്പി മനോജ് കുമാർ എന്നിവർ മുഖ്യാതിഥികളായി നാടകം ആസ്വദിക്കാനായി എത്തി. ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, നമ്മുടെ കേരളത്തിൽ ഒരു കൾച്ചറൽ ഡിക്ലൈൻ നടക്കുന്നതായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതായത് കൾച്ചറൽ ഡിക്ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ തനതായിട്ടുള്ള പല കലാരൂപങ്ങൾ, അതുപോലെ തന്നെ നാടകം, കേരളത്തിൽ ഒട്ടേറെ അനവധി സിനിമാ താരങ്ങളെ വരെ സമ്മാനിച്ച ഈ ഒരു നാടക കലയിൽ അന്യം നിന്ന് പോകുന്ന ഒരു കലയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിവിടുത്തെ വേദി നോക്കിയാൽ തന്നെ, സദസ്സ് നോക്കിയാൽ തന്നെ നമുക്കറിയാം, ചെറുപ്പക്കാരായ കുട്ടികൾ കുറവാണ്. ഈ സദസ്സ് കാണുമ്പോൾ ചെറുപ്പകാലത്തൊക്കെ ഉത്സവ പറമ്പുകളിൽ അന്ന് പഠനമൊന്നും ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ ഉത്സവ പറമ്പുകളിലൊക്കെ പോവുകയായിരുന്നു. ഏഴ് ദിവസം വിവിധ കലാസാംസ്കാരിക പ്രവർത്തനങ്ങൾ ഉണ്ടാകും. അതിൽ ആദ്യമുണ്ടാവുക തോൽപ്പാവക്കൂത്താണ്. വളരെ ക്ഷീണിച്ച വന്യവയോധികരായിട്ടുള്ള 2-3 ആളുകൾ മാത്രമാണ് ആ തോൽപ്പാവക്കൂത്തിന്റെ രീതിയിൽ ഉണ്ടാവുക. അതിനുശേഷം കഥകളി ഉണ്ടാവും. 7ാം ദിനമായ വെള്ളിയാഴ്ച തിരുവനന്തപുരം ശ്രീനന്ദനയുടെ യാനം അരങ്ങിലെത്തും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അനിശ്ചിതാവസ്ഥയിലായിരുന്ന മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായുള്ള പ്രവൃത്തികൾ ഒരാഴ്ചയ്ക്കകം ആരംഭിക്കും. പ്രവൃത്തിയുടെ ഭാഗമായി വാട്ടർ അതോറിറ്റിക്ക് റോഡ് കീറാനുള്ള അനുമതി നൽകി പൊതുമരാമത്ത് വകുപ്പ്. പദ്ധതി പൂർത്തിയാകുന്നതോടെ പഞ്ചായത്തിലെ 6000-ഓളം കുടുംബങ്ങൾക്കാണ് കുടിവെള്ളം ലഭിക്കുക. വാട്ടർ അതോറിറ്റി റോഡ് കീറാനായി 3,80,00,000 രൂപ പൊതുമരാമത്ത് വകുപ്പിൽ കെട്ടിവെച്ചതോടെയാണ് റോഡ് മുറിച്ച് പൈപ്പിടാനുള്ള അനുമതി ലഭിച്ചത്. തുക കെട്ടിവെക്കാത്തതിനാൽ ജൽജീവൻ മിഷന്റെ പ്രവൃത്തികൾ മാസങ്ങളായി നിലച്ചിരുന്നു. നിലവിൽ 4, 5, 6, 7 വാർഡുകളിലേക്ക് ഭാഗികമായാണ് ജലവിതരണം നടക്കുന്നത്. പഞ്ചായത്തിലെ ശേഷിക്കുന്ന 10 വാർഡുകളിലേക്ക് ജലവിതരണം നടത്തണമെങ്കിൽ പത്തിരിപ്പാല കോങ്ങാട് പൊതുമരാമത്ത് റോഡ് മുറിക്കണമായിരുന്നു. പണം കെട്ടിവെക്കാത്തതിനാൽ മാസങ്ങളായി പദ്ധതിയുടെ പ്രവൃത്തികൾ പൂർണ്ണമായും നിലച്ചിരുന്നു. പൊതുമരാമത്ത് വകുപ്പിന്റെ അനുമതി ലഭിച്ചതോടെ തിങ്കളാഴ്ചയോടെ കുടിവെള്ള പദ്ധതിയുടെ പ്രവൃത്തികൾ പുനരാരംഭിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ സാനിത പറഞ്ഞു. പദ്ധതി പൂർത്തിയാകുന്നതോടെ പഞ്ചായത്തിലെ 6000-ഓളം കുടുംബങ്ങൾക്കാണ് കുടിവെള്ളം ലഭിക്കുന്നത്. മങ്കര, മണ്ണൂർ, കേരളശ്ശേരി പഞ്ചായത്തുകൾക്ക് വേണ്ടിയാണ് നബാർഡിന്റെ സഹായത്തോടെ 25,40,00,000 രൂപ ചെലവിൽ പദ്ധതി ആരംഭിച്ചത്. പദ്ധതിക്കായി ഞാവളിൻകടവിൽ പമ്പ് ഹൗസ്, പേടിക്കുന്നിൽ ഫിൽറ്റർ ടാങ്ക്, മണ്ണൂർ താഴത്തെ വീട്ടിൽ കൂറ്റൻ ജലസംഭരണ ടാങ്ക് എന്നിവയെല്ലാം ഇതിനകം പൂർത്തീകരിച്ചു കഴിഞ്ഞു. പൈപ്പ് സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് വെള്ളത്തിന്റെ കണക്ഷൻ നൽകുന്ന ജോലിയും ഇതോടൊപ്പം നടക്കും. മാർച്ച് 31-നകം കണക്ഷൻ നൽകി കുടിവെള്ള വിതരണം നടത്താനാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് സാനിത പറഞ്ഞു. പൈപ്പിടാനായി റോഡ് കീറിയ 30 കിലോമീറ്റർ ദൂരം കോൺക്രീറ്റ് ചെയ്യാനുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ടെന്ന് പ്രസിഡന്റ് എസ് സാനിത അറിയിച്ചു. മണ്ണൂർ പഞ്ചായത്തിലെ എല്ലാ വീടുകളിലേക്കും കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സംസ്ഥാന ത്രിതല പഞ്ചായത്ത് സംവിധാനത്തോടുകൂടി ജലജീവൻ മിഷന്റെ പ്രവർത്തനം 2021 മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ നമുക്ക് നിരന്തരം പൊതുമരാമത്ത് മന്ത്രിയും ജലവിഭവ വകുപ്പ് മന്ത്രിയുമായും അതുപോലെ തന്നെ നമ്മുടെ കോങ്ങാടിൻ്റെ MLA
ശ്രീമതി അഡ്വക്കേറ്റ് കെ ശാന്തകുമാരിയുടെയും നിരന്തരമായ ഇടപെടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോങ്ങാട് പത്രിപ്പാല റോഡിൻ്റെ കട്ടിംഗ് പ്രവൃത്തിക്ക് അനുമതി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കട്ടിംഗ് പ്രവർത്തനം മറ്റന്നാൾ ശനിയാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. അപ്പോൾ നിലവിൽ നമ്മുടെ മണ്ണൂർ പഞ്ചായത്തിൽ 4 വാർഡുകളിലാണ് ജലജീവൻ മിഷൻ്റെ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കട്ടിംഗ് പ്രവർത്തനം നടക്കുന്നതോടുകൂടി മണ്ണൂർ പഞ്ചായത്തിൻ്റെ 14 വാർഡുകളിലേക്കും ലൈൻ വലിക്കുന്നതിനും അതുപോലെ തന്നെ വെള്ളം കൊടുക്കുന്ന പ്രവൃത്തി നമുക്ക് മാർച്ച് 31 അകം തന്നെ പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് ചിറ്റൂരിൽ നിയന്ത്രണം വിട്ട ലോറി ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞുകയറി ഒരാൾ മരിച്ചു. മരിച്ചത് മൈസൂർ സ്വദേശിനി പാർവതി. ഒപ്പമുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകടം വെള്ളിയാഴ്ച പുലർച്ചെ 3 മണിയോടെ. ലോറി ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. RMS സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് മനുഷ്യച്ചങ്ങലയും പ്രതിരോധ സംഗമവും. മനുഷ്യച്ചങ്ങലയിൽ കണ്ണിച്ചേർന്നത് 100ഓളം പ്രവർത്തകർ. സമരം RMS ഓഫീസ് അടച്ചുപൂട്ടാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടു. CPM തൃത്താല ഏരിയ സമ്മേളനത്തിന് തുടക്കമായി. സമ്മേളനം നടക്കുന്നത് ഇരുമ്പകശ്ശേരി അമാന കൺവെൻഷൻ സെന്ററിൽ സജ്ജീകരിച്ച VM ബാലൻ മാസ്റ്റർ നഗറിൽ. സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഏരിയ കമ്മിറ്റി അംഗങ്ങളടക്കം 150ഓളം പ്രതിനിധികൾ. ഏരിയ സമ്മേളനം ശനിയാഴ്ച സമാപിക്കും. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് അംഗത്തെ അയോഗ്യനാക്കിക്കൊണ്ടുള്ള ഉത്തരവിറക്കി പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി. അയോഗ്യനാക്കിയത് 6ാം വാർഡ് അംഗം PI ഷാനവാസിനെ. നടപടി പഞ്ചായത്ത് കമ്മിറ്റി യോഗങ്ങളിൽ തുടർച്ചയായി പങ്കെടുത്തില്ലെന്ന് ചൂണ്ടിക്കാട്ടി. അയോഗ്യനാക്കിയ നടപടി CPMന്റെ രാഷ്ട്രീയ പകപോക്കലെന്ന് PI ഷാനവാസ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.